സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മജൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഹാർഡ് കോറിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 2 ആണ് ഗൈസ്. അപ്പോൾ ഓക്കെ സോ ഗൈസ് അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഡേ 2 ഞാൻ കുറേ നടന്ന് ഒരു പരിവായിട്ടുണ്ട് ഏകദേശം. പക്ഷേ എനിക്ക് ഉപകാരപ്പെട്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോഡ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ അയണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ നൈസ്. അപ്പോൾ ഫുഡ് നല്ല കുറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ദൂരം നടക്കേണ്ടി വരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ടൈസ്. ഇവിടെ കുറേ വലിയ കുഴികളും ഒക്കെ ആയിട്ടാണ് ടൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ സബ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ 2 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസ്ഥയായി ഇപ്പോൾ ഇവിടെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, എന്ത് ചെയ്യാൻ പറ്റും, പനിയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സീരിയസ് ആയിപ്പോയി ഗൈസ്. ഫുള്ള് ബിസി ആയിപ്പോയി, അതാണ് പറ്റിപ്പോൾ. ഓക്കെ ഇനി എന്താ ഡെയിലി വീഡിയോസ് ഉണ്ടാവും. ഓക്കെ അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 10 ആണ്, അടിച്ചു പൊട്ടിച്ചേക്കുക. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ടാർഗറ്റ് 400 ആണ്. ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ 379 സബ്സ്ക്രൈബേഴ്സോളം ഉണ്ട്. ഓക്കെ അപ്പോൾ വെറും 20 സബ്സ്ക്രൈബേഴ്സ് മതി കേട്ടെ, ഒരു 21 സബ്സ്ക്രൈബേഴ്സ് മതി. ഓക്കെ 21 സബ്സ്ക്രൈബേഴ്സ് എവിടെ നിന്നെങ്കിലുമൊക്കെ അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉപകാരമാണ്, നിങ്ങൾക്ക് ഉപകാരമാണ്, അത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് എന്താ സപ്പോർട്ട് കിട്ടിയതിൻ്റെ ബലത്തിൽ ഞാൻ ഇനിയും കളിക്കും. നിങ്ങൾക്കാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് കിട്ടും. യെസ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എന്താ ഇത് ഫർണസ് ചെയ്യാൻ അങ്ങനെയല്ലേ, ഫർണസ് ചെയ്യാം, അതെ ചൂടാക്കുവാണ് ഗൈസ്. ചുട്ട് കഴിഞ്ഞാണ് ഫർണസിൽ വെച്ച് ചുട്ട് കഴിഞ്ഞാണ് ടേസ്. ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ബെഡ് നമ്മൾ നീല ബെഡാക്കിയായിരുന്നു ടേസ്. അത് ഇതാണ്ട് ഇവിടെ ഒരു നീല ബെഡാണ്. ഇവിടെ ഒരു നീല പോകുന്ന വഴിക്കൊരു നീല കളറുള്ള ഒരു സംഭവം ഉണ്ട് ടേസ്. സംഭവമല്ല സോറി, ഇതാണ്ട് അവിടെയായിട്ട് പൂണ്ട്, നീല പൂണ്ട് കാണിച്ചത് ഞാൻ. അപ്പോൾ ഇല്ല അതാവട്ടെ കേസ്. ഇവിടെ മഞ്ഞപ്പൂണ്ട്, ഇതാണ്ട അവിടെയായിട്ട് നീലപ്പൂണ്ട് കേസ്. അതാണ്ട ഓക്കെ അപ്പോൾ ഈ നീലപ്പൂ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഞാനിങ്ങനെ നടന്നതാണ്ട് അപ്പോഴാണ് ഞാൻ ഇവിടെ ഇത് കണ്ടത് ഗൈസ്. എന്തെന്നാ അയൺ. അപ്പോൾ എന്നാൽ പിന്നെ അയൺ എടുക്കാൻ വേണ്ടി വന്ന് അയണൊക്കെ എടുത്ത് ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ അമ്മേ. ഓക്കെ അപ്പോൾ ഈ വട്ടം നമ്മൾ ഒരു കീപ്പറിനും താന്ന് കൊടുക്കുന്നതല്ല, എത്രയും പെട്ടെന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്ലാനിങ്. എന്ന് വെച്ചാൽ ഡ്രാഗൺ അടിച്ചിടുക, പെട്ടെന്ന് നമുക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്യട്ടെ. അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് മിനിമം ഒരു എപ്പിസോഡ് ഒരു എനിക്ക് അറിയില്ല, ഒരു പറ്റുന്നത്രത്തോളം സെറ്റ്. ഓക്കെ അപ്പോൾ നമുക്ക് പറ്റുന്നത്രത്തോളം സെറ്റ് ചെയ്യണം. ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ മിനി വേൾഡിൻ്റെ എപ്പിസോഡ് ഉണ്ടാവും. കൂടുതൽ നമ്മൾ ഹാർഡ് കോറാണ് നോക്കുന്നത്. നമ്മുടെ മിനി വേൾഡ് നമ്മൾ എന്താണെങ്കിലും കുറേ എപ്പിസോഡ്സ് ഇടാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടുന്നതായിരിക്കും, അതുകൊണ്ട് ഹാർഡ് കോർ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മിനി വേൾഡിൽ നമുക്ക് ചെറിയ പരിപാടിയുണ്ട്. നമ്മുടെ മിനി വേൾഡിലും പ്രോബ്ലം എന്താ വെച്ചാൽ ഫുഡ് ഫാർമില്ല കേട്ടോ. ഫുഡ് കഴിക്കാനേ ഇല്ലാത്തൊരവസ്ഥയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അത് സെറ്റ് ചെയ്യണം. ഏത് ഫുഡ് ഫാർം ഒന്ന് സെറ്റ് ചെയ്യണം മിനി വേൾഡിൽ. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇതാണ്ട് ആ മലയിൽ കയറിയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. ഈ മലയിലൊക്കെ ഞാൻ കയറി നോക്കിയിട്ട് ഒന്നുമില്ല. ഇനി ആകപ്പാടെ കയറാനുള്ള ആ മലയിലാണ്. അവിടെ അയണുണ്ടോ? ഹിമാലോ അയൺ ഉണ്ടെങ്കിൽ ഞാൻ പോകണില്ല. റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ ഇച്ചിരി അയണും കൂടെ ഉള്ളത്, അതും കൂടെ ഒന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ അടുത്ത നൈറ്റ് ആകുമ്പോഴും പുര പിടിക്കാമെന്ന് പറഞ്ഞ പോലെ വല്ല കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ കളിക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ മനസ്സിലാക്കുക. ഓക്കെ രണ്ടായിട്ടുണ്ട്. ഈ അയം വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടിയായിട്ടുള്ള ഷീൽഡിലേക്ക് പോകാം ഗൈസ്. ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം സുരക്ഷിതമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇനി ബാക്കി 2 അയണ്ട, അത് 3 അയണ്ട, അതെന്തെങ്കിലുമൊക്കെ ആവശ്യം വരും ഗൈസ്. ഓക്കെ ആവശ്യം വരാതിരിക്കില്ലല്ലോ. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എന്താണെങ്കിലും അയണ്ട ആവശ്യം നല്ലവണ്ണം വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് മൊത്തം അയണ്ട ആവശ്യമായിട്ട് ഗൈസുള്ള. ഈ മലയല്ല, സോറി മല മാറിപ്പോയി ഗൈസ്. എനിക്ക് എല്ലാ മലയും ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ മലയും നോക്കി ഇതിൻ്റെ അതിൽ കൂടെ നടന്നു പോകണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാനിങ് ഗൈസ്. ഓക്കെ അവിടെ കുറേ ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അയണൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഒന്നും കാണുന്നില്ല ടേസ്. അവിടെ മാത്രമേ എനിക്ക് അതാ ടേസ് മനസ്സിലാകാത്ത. ഞാൻ ഇതിലാണ് നടന്നു വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത
എങ്ങനെ ഇവിടെ ഇത് വന്നു, ഇങ്ങനെ വന്നു ഇവിടെ? അവിടെ മാത്രമായിട്ടൊരു ഗ്ലിച്ച് പോലെ സാധനം വന്നായിരുന്നു. ഇവിടെ ഓ ഓ ഓ ഓ ഗൈസ്, ലക്കുണ്ട് ഗൈസ്. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല. കഴിഞ്ഞ വട്ടം നമ്മൾ ഹാർഡ്കോറിൽ 2000 സംതിങ് ബ്ലോക്കോളം നടന്നിട്ടാ. ഇതധികം നടക്കേണ്ട വന്നില്ല. ഓ നൈസ്. ഇവിടെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? അയ്യേ, ഇതെന്താ? അയ്യയ്യേ, ഇത് പൊട്ട വില്ലേജാണെന്ന് തോന്നുന്നു ഗൈസ്. പൊട്ട വില്ലേജ്. റൂവൻ പൊട്ടലുണ്ട്, റൂവൻ പൊട്ടൽ. അയ്യോ, 6 ഗോൾഡൻ ക്യാരറ്റാ. മെൻഡിങ് 3 പവർ 4. ഓ, ഇതെന്തോ സാധനം? ക്ലോക്കാ? അതെന്താ എനിക്കറിയില്ല. എനിക്ക് ക്ലോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. എഫിനൻസി 3. ലെക്കോ എടാ, ഇത് ഫുള്ള് ഇതാ. ആ 3 എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓ, അടിപൊളി സ്ഥലമാട്ടോ ഗൈസ്. ഞാൻ പൊട്ട സ്ഥലമാണ് ഓർത്തുകൊണ്ടിരുന്നത്, പക്ഷേ അത്യാവശ്യം പൊട്ട സ്ഥലമാണ്, അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ട്രേഡിംഗ് ഒക്കെ ഒന്നും അത്യാവശ്യം ട്രേഡിംഗ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ബ്രീഡിംഗ് ഫാം ഇതിനകത്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുക. അയൺ ഹാൾ ഉണ്ടാക്കണോ? അയൺ ഹാൾ ഉണ്ടാക്കണമെങ്കിൽ ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കണം. അത് വേറെ കാര്യം. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പയ്യെ പോയാൽ മതിയോ? എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടാ. വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ വേഗം കംപ്ലീറ്റ് ചെയ്യും. അതോ പയ്യെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് ചെയ്ത് എന്താ പറയുക, നമ്മുടെ ബ്രീഡിംഗ് ഫാം അതേപോലെ അയൺ ഫാം അങ്ങനെ എല്ലാം ഓരോന്ന് ചെയ്ത് നമുക്ക് ഈ ഹാർഡ്കോറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അലമ്പ് ട്രേഡിങ്ങും ചെയ്ത് പെട്ടെന്ന് ഒരു ട്രേഡിങ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യത്തിനുള്ള ഒരു ഫുൾ ഡയമണ്ട് ഹാർമറും അതേപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള ഇച്ചിരി ഗോൾഡൻ ക്യാരറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ അപ്പോൾ അതാണെങ്കിൽ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണ്ട. പക്ഷേ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കേണ്ട പറ്റില്ലെങ്കിലും പ്രോബ്ലം എന്താ വെച്ചാൽ ബ്രീഡിംഗ് ഹാൾ ഉണ്ടാക്കണ്ട. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ അയൺ ഭയങ്കര ക്ഷാമമായിരിക്കും. അയൺ ഫാർം ഉണ്ടാക്കുന്നുണ്ട്, ഇച്ചിരി അയൺ ക്ഷാമമായിരിക്കും ഗൈസ്. ഒക്കെ ഒരു ഫർണസൊക്കെ ഇവിടെ ഇരിപ്പുണ്ടിട്ട് ലെക്കാണോ അവിടെ? എൻ്റെ ഡയമണ്ട് 6 എടാ, എൻ്റെ ലെക്കാണോ അത്? അതോ എനിക്ക് വരാൻ പോകുന്ന വലിയ പാരയോ? ഗൈസ്, ഇവിടെ തന്നെ തങ്ങിയാൽ പോരെ, എന്തിനു വേറെ സ്ഥലത്തേക്ക് പോകുന്നത്? എടാ, എനിക്ക് വരാൻ പോകുന്ന വേറെ എന്തോ പാരയാടാ ഇത്. എനിക്ക് പേടിയുണ്ട്. ഇവിടെ കളിക്കും സൂക്ഷിച്ചും കണ്ടും കളിച്ചില്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാ. 100% ഉറപ്പാടെ ഞാൻ പറയാണ്. ഇവിടെ കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് കളിച്ചോണം. എനിക്കങ്ങ് അത്രയ്ക്കങ്ങ് വിശ്വാസം പോന്നിട്ടില്ല. ഇവിടെ ഇതെല്ലാം കണ്ടിട്ടങ്ങ് വിശ്വാസം പോന്നിട്ടില്ല. എന്തോ ഒന്ന് വഴി വരാൻ കിടക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഗൈസ്. കാരണം ഇത്ര ലക്കൊന്നും ജന്മത്തെ എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. എന്തോ ഇത് 6 ഡയമണ്ട്. എനിക്കിനി അയൺ ഹാർമർ കൊണ്ട് വേണമെങ്കിൽ പോയിട്ട് തല്ലിക്കൊല്ലാനുള്ള ധൈര്യം എനിക്കില്ല ഗൈസ്. ഹാർഡ്കോറല്ലേ എനിക്ക്. ഒരു അയൺ ആർമറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 6 ഡയമണ്ട്. എനിക്ക് ഒരു എന്തൊക്കെയോ ഒരു വശപ്പശൊക്കെ മണക്കുന്നു ഗൈസ്. ഇവിടെ എന്തോ ഒരു പാര എനിക്ക് വേണ്ടിയായിട്ട് കാത്തിരിക്കുന്ന ഫീലിംഗ് എനിക്ക് അടിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം എന്താണ് ഇവിടെ വെച്ചേക്കാൻ എനിക്കൊരു വശപ്പശൊക്കെ അടിക്കുന്നുണ്ടെന്നറിയാം. ഉടനെ ഞാൻ ചാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തൊക്കെ പരിപാടി നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്നും ഒക്കെ ചെയ്യേണ്ടാത്ത കമൻറ്റ് ചെയ്യേണ്ട, ചെയ്യേണ്ടത് മാത്രം കമൻറ്റ് ചെയ്താൽ നമ്മൾ വേഗം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേഗം കംപ്ലീറ്റ് ചെയ്യുക. ഒരു അയൺ ആർമർ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഒരു 6ഓളം ഡയമണ്ട് ഉണ്ട് നമുക്ക്. 3 ഡയമണ്ട്. ഓക്കെ, 3 ഡയമണ്ട് നമ്മുടെ പിക്കാക്സ്, 3 ഡയമണ്ട് 2 ഡയമണ്ട് നമ്മുടെ സോഡ്. അപ്പോൾ മൊത്തം 5 വരുള്ളൂ, പിന്നെ 1 ബാക്കിയുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് സോഡും പിക്കാക്സ് ഉണ്ടാക്കാനുള്ളതുണ്ട്. എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ബ്രീഡിംഗ് ഹാൾ ഉണ്ടാക്കി, ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി, അയൺ ഹാൾ ഉണ്ടാക്കി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അയൺ ഫാർമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ രീതി ചെയ്യണമെങ്കിൽ വേറെ രീതി ചെയ്യാം. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ,
നിങ്ങളുടെ കമൻറ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ മടിയുള്ള കൂട്ടത്തിലല്ല, നമ്മൾ ഫുള്ള് പ്ലേ ആണ്. നമുക്ക് ഒരു മടിയില്ല ഗൈസ്, സപ്പോർട്ട് ചെയ്താൽ ഒരു മടിയും ഇല്ല. നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം എനിക്ക് മതി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും വീട് പൊളിക്കുന്നു ഞാൻ. എന്താണെങ്കിലും 5-6 ദിവസം കളിക്കാത്തതിൻ്റെ നല്ലൊരു ഫീലിംഗ് അടിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, എന്താണെങ്കിലും ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാതെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.